വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് പള്ളിക്കരയിൽ ബസ് റൂട്ടിൽ നിന്ന് 200 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു 4 BHK+ യൂട്ടിലിറ്റിയോടുകൂടി വീടിൻ്റെ വിശേഷങ്ങളാണ്. 5.5 സെൻറ്റ് സ്ഥലത്ത് 2000ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും 3 കാർ പാർക്കിംഗ് സൗകര്യമുള്ള ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വില്ല പ്രൊജക്റ്റിനുള്ളിലാണ്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. പത്തോളം വില്ലകളുള്ള ഒരു വില്ല പ്രൊജക്റ്റിനുള്ളിലായിട്ടാണ് ഈ ഒരു വില്ല സ്ഥിതി ചെയ്യുന്നത്. വില്ലയുടെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോമ്പിനേഷൻ എലിവേഷനിൽ അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളും ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്ത് ഒരു വൈറ്റ് കളർ പാറ്റേണിലാണ് ഈ ഒരു വില്ല വന്നിരിക്കുന്നത്. 4 മീറ്ററോളമാണ് ഇവിടെ ഇൻറ്റേർണൽ റോഡിൻ്റെ വിട്ട് വരുന്നത്. ഇൻ്റർലോക്ക് കട്ടകളാണ് റോഡിൽ പിരിച്ചിരിക്കുന്നത്. 4.2 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റിനോട് ചേർന്നുള്ള കോമ്പൗണ്ട് വാളിൻ്റെ പില്ലറിൽ ലൈറ്റ് കൊടുക്കുവാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. ഇൻ്റർലോക്കിംഗ് ടൈൽസാണ് മുറ്റമാകെ വിരിച്ചിരിക്കുന്നത്. എലിവേഷൻ വടക്ക് ദർശനമായും മെയിൻ ഡോർ കിഴക്ക് ദർശനമായുമുള്ള ഈ വീടിന് 3 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് 18 അടിയോളമാണ് വിഡ്ത്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് കിണർ നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ KW വാട്ടർ കണക്ഷനുള്ള സൗകര്യവും ഉണ്ട്. ഈ ഒരു വോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്ത് 2-way ലൈറ്റ് കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ 13 അടിയോളമാണ് വിഡ്ത്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് മറ്റ് 2 കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 7 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ മെറ്റൽ ചിപ്സാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ടാപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടുള്ള കോമ്പൗണ്ട് വാളിൽ സ്ക്വയർ ട്യൂബ് വർക്കൊക്കെയാണ് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 10 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്ത് മെറ്റൽ ചിപ്സ് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ചുറ്റും അത്യാവശ്യം സ്പേസ് നൽകി തന്നെയാണ് വീട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 4 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ഇൻ്റർലോക്കിംഗ് ടൈലാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഓൾറെഡി അകത്ത് 2 സെക്ഷനായിട്ടാണ് കിച്ചൺ വരുന്നത്. ഇനി നമുക്കൊരു വർക്ക് ഏരിയ കൂടി വേണമെന്നുണ്ടെങ്കിൽ വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ട് ഈ ഒരു സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 8 അടിയോളം നീളവും 5 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് 3-4 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ട് ചെറിയൊരു ഷൂറാക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. അങ്ങനെ ഷൂറാക്ക് ചെയ്ത് സീറ്റിംഗ് യൂണിറ്റ് കൊടുത്താൽ ഇവിടെ ഒരു 3-4 പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു കോർണറായിട്ട് വരുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്കൊക്കെ കൊടുത്ത് സ്പോട്ട് ലൈറ്റ് കൊടുത്താണ് വന്നിരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടാണ് ഈ വീടിൻ്റെ മെയിൻ ഡോർ വന്നിരിക്കുന്നത്. തേക്കിൻ്റെ അടിയിൽ 2 പാളികളായിട്ടാണ് മെയിൻ ഡോർ വന്നിരിക്കുന്നത്. സിൽവർ കളറിലുള്ള സ്ട്രിപ്പൊക്കെ കൊടുത്ത് മനോഹരമായ ഹാൻഡിലോട് കൂടിയാണ് മെയിൻ ഡോർ വരുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ തടിയായി ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം തന്നെ ടീക്ക് വുഡാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിങ് സ്പേസിന് 11.5 അടിയിലേറെ നീളവും 11 അടിയോളം വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് 3 ഡോറും വെസ്റ്റിലേക്ക് 4 ഡോറുമുള്ള വലുപ്പമുള്ള വിൻഡോകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ലിവിങ് സ്പേസിൽ വലുപ്പമുള്ളൊരു കോർണർ സോഫ സെറ്റിനുള്ള സ്പേസ് വരുന്നുണ്ട്. പിന്നീട് ഒരു കോഫി ടേബിൾ വന്നു കഴിഞ്ഞാലും മൂവ്മെൻറ്റിന് പ്രോബ്ലം ഒന്നുമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു ലിവിങ് സ്പേസ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ വന്നിരിക്കുന്നത്. ഭംഗിയുള്ള ലൂവേർഡ് ഡിസൈനുള്ള പാനലിംഗ് ആണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഇവിടെയായിട്ട് ഭംഗിയുള്ള പാനലിംഗ് തന്നെയാണ് വരുന്നത്. താഴെയായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് വരുന്നുണ്ട്. മുകളിലായിട്ട് LED സ്പോട്ട് ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും LED സീലിംഗ് ലൈറ്റും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് സീലിംഗും ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റെയർ കേസ് കാണാത്ത രീതിയിൽ ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന പാനലിങ്ങിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വന്നിരുന്നത്. അത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ വാഷ് കൗണ്ടറിനെ കാണാത്ത രീതിയിലുള്ള പാർട്ടീഷനായിട്ട് മാറുന്നു. അത്യാവശ്യം ഡക്ക സ്പേസ് ഇവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്.
സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായി കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ സ്പേഷ്യസ് ആയ ഡൈനിങ് വരുന്നത്. 14 അടിയോളം നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാം. ഈ ഒരു പോർഷൻ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. മുകളിലായിട്ട് ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്ത് ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ട് നമുക്കൊരു ചെറിയ സ്പേസ് കിട്ടുന്നുണ്ട്. ഒരു ഇൻഡോർ പ്ലാന്റോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും പെബിൾസും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്തിരിക്കുന്നത് ഭംഗിയായിട്ട് തന്നെയാണ്. ഫോൾ സീലിംഗ് വർക്കൊക്കെ എടുത്ത് സ്ട്രിപ്പ് ലൈറ്റും സീലിംഗ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റും വരുന്നുണ്ട്. ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ വാഷ് കൗണ്ടറാണ്. ബാക്ക് സൈഡിൽ ന്യൂ വേർഡ് ഡിസൈനിലുള്ള പാനലിംഗ് കൊടുത്ത് വലുപ്പമുള്ളൊരു മിറർ നൽകിയിട്ടുണ്ട്. താഴെയും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകി തന്നെയാണ് ഈ ഒരു വാഷ് കൗണ്ടറിൻ്റെ ഏരിയയെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിൽ സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ വീഗാർഡിൻ്റെ വയേഴ്സും GMൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണിലുള്ള ടൈലാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന പാനലിങ് 2 ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ഡെക്കർ സ്പേസും വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 10 അടിയിലേറെ നീളവും 8 അടിയോളം വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഈസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഈ ഒരു കിച്ചണിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് വലിപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം പവർ പോയിന്റ് ഈ ഒരു കിച്ചണിലായിട്ട് വരുന്നുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വലിപ്പമുള്ളൊരു ഫ്രിഡ്ജിനുള്ള സ്പേസും നൽകിയിട്ടുണ്ട്. 2 സെക്ഷനായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ടാണ് സെക്കൻഡ് സെക്ഷൻ വരുന്നത്. 8 അടിയോളം നീളവും 5.5 അടിയോളം വീതിയുമാണ് ഈ ഒരു സെക്ഷന് ഉള്ളത്. ഇവിടെയും കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. വലുപ്പമുള്ളൊരു സിങ്കും ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. നമുക്കിതൊരു വർക്ക് ഏരിയ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ട് 2 ലെയറായിട്ടാണ് കബോർഡ് വർക്കുകൾ വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ സ്പേസും നൽകിയിട്ടുണ്ട്. കൂടാതെ ഈസ്റ്റിലേക്ക് ഒരു വിൻഡോയും ഒരു എക്സ്ഹോസ്റ്റ് ഫാനിനുള്ള പോർഷനും നൽകിയിട്ടുണ്ട്. സീലിംഗ് ലൈറ്റൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു സെക്ഷൻ വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിൻ്റെ ഡോർ സോളിഡ് നാച്ചുറൽ ഫൈബർ ഡോറാണ് വന്നിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 14 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 2 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് വരുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് ലൈറ്റൊക്കെ കൊടുത്ത് അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 2 ഡോറിൻ്റെ ഒരു വാർഡ്രോബും ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട്. ഡ്രസ്സിംഗ് യൂണിറ്റിൻ്റെ താഴെ മുകളിലുമായിട്ട് സ്റ്റോറേജ് വരുന്നത്. ഇവിടെയാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടർ വരുന്നുണ്ട്. സെറയുടെ വാട്ടർ ക്ലോസറ്റും ജാഗ്വാറിൻ്റെ ഡൈവേർട്ടറുമാണ് നൽകിയിരിക്കുന്നത്. എക്സ്ഹോസ്റ്റ് ഫാൻ വരുന്നുണ്ട്. ഹീറ്ററിനുള്ള പോയിന്റുണ്ട്. കൂടാതെ സീലിംഗ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുള്ള ഈ ഒരു ബാത്റൂമിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സോളിഡ് നാച്ചുറൽ ഫൈബർ ഡോറാണ് വരുന്നത്. 10.5 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമുള്ള ഈ ഒരു ബെഡ്റൂമിന് സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് 2 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. ഡ്രസ്സിംഗ് യൂണിറ്റിൻ്റെ താഴെ മുകളിലുമായിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. ഇവിടെയും സെറയുടെ വാട്ടർ ക്ലോസറ്റാണ് വരുന്നത്. കൂടാതെ ജാഗ്വാറിൻ്റെ ഡൈവേർട്ടറാണ് നൽകിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. സീലിംഗ് ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിന് ലെങ്തും വിഡ്ത്തും കൂടുതലായിട്ടുണ്ട്. ഒരു പ്ലാറ്റ്ഫോം പോലെയാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹാൻഡ് റെയിൽ SS വുഡ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് സ്റ്റെയർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരുന്നത്. ഈ ഒരു സ്റ്റെയറിന് സ്റ്റെപ്പ് ലൈറ്റ്സിന് പകരം പ്രൊഫൈൽ ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ സെൻസറും ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ വരുമ്പോൾ ഈ ഒരു പാസേജിൽ നിന്ന് ആദ്യം എത്തുന്നത് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 11 അടിയോളം നീളവും 8 അടിയോളം വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന് ഉള്ളത്. നോർത്തിലേക്കൊരു 3 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്കും ഒരു 3 ഡോർ വിൻഡോ നൽകി ഇവിടെയായിട്ടൊരു സീറ്റിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു കോർണർ സോഫ സെറ്റൊക്കെ ഇട്ട് TV യൂണിറ്റൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്.
വാൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും LED സീലിംഗ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസും വരുന്നത്. ഈ ഒരു പാസേജിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ഫോൾ സീലിംഗ് വർക്ക് ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും LED സീലിംഗ് ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഡൈനിങ് പോർഷനിലെ ഡബിൾ ഹൈറ്റ് പോർഷനാണ്. ഇവിടെയായിട്ട് ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സോളിഡ് നാച്ചുറൽ ഫൈബർ ഡോറാണ് വരുന്നത്. 10.5 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിനും ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയും നൽകിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് സീലിംഗ് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് വലുപ്പമുള്ളൊരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കോണും നൽകിയിട്ടുണ്ട്. സെറയുടെ വാട്ടർ ക്ലോസറ്റും ജാഗോറിൻ്റെ ഡൈവേർട്ടറുമാണ് നൽകിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനിനുള്ള പോർഷനും എല്ലാം ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. സീലിംഗ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ബാത്റൂം വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സോളിഡ് നാച്ചുറൽ ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. 11.5 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും നോർത്തിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വെസ്റ്റിലേക്കുള്ള 3 ഡോർ വിൻഡോയോടൊപ്പം തന്നെ ഒരു സീറ്റിംഗ് യൂണിറ്റും വരുന്നുണ്ട്. ഒരു സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. കൂടാതെ സെറയുടെ വാട്ടർ ക്ലോസറ്റും ജാഗോറിൻ്റെ ഡൈവേർട്ടറുമാണ് ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിലും നൽകിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. സീലിംഗ് ലൈറ്റൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂമും വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 15 അടിയോളം നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിനുള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഇവിടെ ഒരു കോർണറിലായിട്ട് മാറിയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്യുന്നത്. കൂടാതെ വാഷ് ബേസിനുള്ള പോയിന്റും ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. ഏകദേശം 7 അടിയോളം വിട്ടാണ് ഈ ഒരു പോർഷന് ഉള്ളത്. ഫ്രണ്ട് എലിവേഷൻ്റെ ഫുൾ ലെങ്തിലും ബാൽക്കണി നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ SSM ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളൊക്കെ ഈ ഒരു ബാൽക്കണി സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 200 മീറ്റർ, വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് 3.5 കിലോമീറ്റർ, കോളഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് 9.5 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്റർ, കാക്കനാടേക്ക് 10 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 15 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷനിലേക്ക് 15 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും 12 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 5.5 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും 3 കാർ പാർക്കിംഗ് സഹിതമുള്ള ഈ വീടിന് ചോദിക്കുന്നത് 82 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.